അടുത്ത ദിവസം പത്തനംതിട്ട കൺവെൻഷനിൽ ഇന്ന് നടക്കുന്ന പകൽ ക്ലാസ്സിൽ പങ്കെടുപ്പാനും ദൈവവചനം ശുശ്രൂഷിപ്പാനും ദൈവം എനിക്ക് ഒരുക്കി തന്നിരിക്കുന്ന ഈ അവസരത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ ഈ അവസരം, ഈ ഇൻവിറ്റേഷൻ എനിക്ക് നൽകിയ പത്തനംതിട്ട ഗോസ്പൽ ഹാൾ സഭയ്ക്കും അതേപോലെ പത്തനംതിട്ട കൺവെൻഷന്റെ ഓർഗനൈസേഴ്സിനും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ചേർന്ന് വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് നമുക്കും നമ്മുടെ മക്കൾക്കും അതേപോലെ വിവാഹ ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവ പൈതലിനും അത് അനുഗ്രഹമായി തീരട്ടെ. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ജസ്റ്റ് ഗിവ് മീ എ മൊമെന്റ്. നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുവാണെങ്കിൽ അടുത്ത് വെച്ച് ഈ സ്ലൈഡ്സ് കാണിക്കുമ്പോൾ അത് കണ്ടാൽ അത് നിങ്ങൾക്ക് പ്രയോജനമായിരിക്കും. ഞാൻ തമിഴ്നാട്ടിലാണ് ജനിച്ച് വളർന്നതും. അപ്പൊ അവിടുത്തെ സംസ്കാരം കേരളത്തിലെ പോലെ ഉള്ളതല്ല, വ്യത്യാസമായ ഒരു സംസ്കാരമാണ്. അപ്പൊ അവിടെ വിവാഹങ്ങൾ നടക്കുന്നതിലും പല വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു കാഴ്ച പലപ്പോഴും തമിഴ്നാട്ടിലൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. വിവാഹം നടക്കുന്ന ആ സ്ഥലത്തോട്ട് ബ്രൈഡും ബ്രൈഡ് ഗ്രൂമും അവര് വരുന്ന ഒരു കാഴ്ച ഒത്തിരി അട്രാക്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. വലിയ ബാൻഡും മ്യൂസിക്കും വലിയ ഡാൻസും ഒക്കെ കൂടിയാണ് അവർ ഓഡിറ്റോറിയത്തിലോട്ട് കടന്നു വരുന്നത്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഞാനും എൻ്റെ കൂട്ടുകാരനും ഇങ്ങനെ ഒരു വിവാഹ ശുശ്രൂഷ അല്ലെങ്കിൽ വിവാഹം നടക്കുന്ന ഹിന്ദുക്കളുടെ വിവാഹം നടക്കുന്ന ഒരു ആ സെറിമണി അത് കാണാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം ബ്രൈഡ് വന്നത് ഒരു നല്ല പോഷ് കാറിലാണ് വന്ന് ഇറങ്ങിയത്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ബ്രൈഡ് ഗ്രൂം വന്നു. അപ്പൊ ബ്രൈഡ് ഗ്രൂം വന്നപ്പോ കുതിരയുടെ മേളിൽ ഇരുന്നോണ്ടാണ് താളമേള വാദ്യങ്ങളോട് ഈ വ്യക്തി ഓഡിറ്റോറിയത്തിലോട് കടന്നു വരുന്നത്. ഒരു കുതിരയുടെ മേളില് ഇങ്ങനെ പിടിച്ചോണ്ടാണ് വരുന്നത് വ്യക്തി. അപ്പൊ ഞാൻ ഈ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെന്ത് പരിപാടിയാ? ഈ ഗ്രൂം എന്തിനാണ് കുതിരപ്പുറത്ത് കയറി ഇരുന്ന് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ തമാശനായിരിക്കും എൻ്റെ അടുത്ത് പറഞ്ഞത്. അവൻ പറഞ്ഞ കാര്യം, എടാ ഇത് അവന് അവസാനമായിട്ട് രക്ഷപ്പെടാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ഇവൻ ഹാളിലോട്ട് കയറി കഴിഞ്ഞാൽ അവന്റെ ജീവിതം അവസാനിക്കും. അപ്പൊ അതിനു മുമ്പേ ഓടി രക്ഷപ്പെടണമെങ്കിൽ ഈ കുതിരപ്പുറത്ത് കയറി ഇരുന്ന് രക്ഷപ്പെട്ടോ. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യം വേറെയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ടോപ്പിക്ക് പ്രിയപ്പെട്ട സാറത് നമുക്ക് പരിചയപ്പെടുത്തി തന്നു. സമ്മതമാണെന്ന് പറയുന്നതിന് മുൻപേ, ബിഫോർ യു സേ യെസ്. നമുക്കറിയാം നമ്മുടെ വിവാഹ ശുശ്രൂഷകളിൽ വിവാഹം നടത്തുന്ന സോളംനൈസ് ചെയ്യുന്ന ദൈവദാസന്മാർ രണ്ടുപേരെയും, വിവാഹം കഴിക്കാൻ പോകുന്ന ബ്രൈഡിനെയും ഗ്രൂമിനെയും എഴുന്നേറ്റ് നിർത്തിയതിന് ശേഷം അവരുടെ അടുത്ത് ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. നിങ്ങൾ പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്യണം, നിങ്ങൾ ഈ വിവാഹത്തിന് സമ്മതമാണെന്നുള്ളത് പബ്ലിക്കായി ദൈവസന്നിധിയിൽ ദൈവജനത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം എന്നവര് പറയാറുണ്ട്, ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, പക്ഷെ എന്നാൽ നമുക്കറിയാം അവിടെ പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് ബാക്കിയുള്ളവർ കേൾക്കാൻ വേണ്ടിയാണ്. പക്ഷെ റിയൽ ഡിസിഷൻ അതിനു മുമ്പേ തന്നെയും ഈ രണ്ട് വ്യക്തികളും അവരെടുത്തു കഴിഞ്ഞു. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു പ്രത്യേക കാര്യം, മാരേജ് പ്രപ്പോസൽസ് ആൻഡ് ബിബ്ലിക്കൽ കൺസിഡറേഷൻ.
വിവാഹ ആലോചനകൾ നടക്കുന്ന സമയത്ത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുവാൻ ഇടയാകുവാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ പ്രൊപ്പോസലിന്റെ സമയത്തിൽ തന്നെയും ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കുവാൻ നമുക്ക് സാധിക്കും. ബിക്കോസ് മാരേജ് ബിഗിൻസ് വിത്ത് ഫൈൻഡിങ് ദ റൈറ്റ് പാർട്ട്ണർ. ശരിയായ ഉള്ള ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതാണ് വിവാഹത്തിന്റെ തുടക്കം. ദാറ്റ് ഈസ് എ വെരി ക്രൂഷ്യൽ പ്രോസസ്. ഞാൻ ഇന്നത്തെ നമ്മുടെ ആ സമൂഹത്തിനെ ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുവാണെങ്കിൽ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹം, അതിനെക്കുറിച്ച് നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ചേഞ്ചിങ് പാറ്റേൺസ്, ഒത്തിരി മാറ്റങ്ങളാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിയർ ഇസ് എ ചാർട്ട് വേർ some major changes are depicted. സമൂഹത്തിൽ ഇന്ന് വിവാഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന വലിയ മാറ്റങ്ങളെ കാണിക്കുന്ന ഒരു ചാർട്ടാണ്. ഞാൻ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർപ്പിക്കട്ടെ. ഇന്ന് വിവാഹങ്ങൾ കുറഞ്ഞു വരുന്നു. വേൾഡ് ഓവർ വിവാഹം ലീഗലായിട്ട് വിവാഹം കഴിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവാഹം കഴിക്കാണ്ട് തന്നെയും പുരുഷൻ ഭാര്യ എന്ന നിലയിൽ ജീവിക്കാനാണ് ആൾക്കാർക്ക് ഇന്ന് താല്പര്യം. ഇന്ന് എത്രയോ രാജ്യങ്ങളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. എത്രയോ വർഷങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നു, വിവാഹം കഴിക്കാണ്ട് തന്നെയും. കോഹാബിറ്റേഷൻ, ലിവ് ഇൻ റിലേഷൻഷിപ്പ്, ഇറ്റ് ഈസ് ഓൺ ദ ഇൻക്രീസ്. അതുപോലെ തന്നെയും നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു കാര്യം, ചേഞ്ച് ഓഫ് ജെൻഡർ റോൾസ്. ഒരു കാലഘട്ടത്തില് വിവാഹം എന്ന് പറയുമ്പോൾ തന്നെയും എടുത്തു ചോദിക്കേണ്ട ആവശ്യമില്ല, ഒരു ആണിനും പെണ്ണിനും ഇടയിലാണ് വിവാഹം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് എടുത്തു ചോദിക്കേണ്ട ഒരു ആവശ്യം വന്നു, ആരെയാണ് വിവാഹം കഴിക്കുന്നത്? ബിക്കോസ് ദ വേൾഡ് ഇസ് ചേഞ്ചിങ് സോ ഫാസ്റ്റ്. സെയിം സെക്സ് മാരേജ് ഇന്ന് ഒരു ചില സ്ഥലങ്ങളിൽ, ഒരു ചില രാജ്യങ്ങളിൽ സഭകൾ പോലും ഇതിനെ അംഗീകരിച്ചു തുടങ്ങി. ഓക്കെ, അതുപോലെ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഡിവോഴ്സ് ട്രെൻഡ്സ്, ഡിവോഴ്സ് ആകുന്ന ആ ഒരു ട്രെൻഡും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1960 ശേഷം ദർ ഇസ് എ ഇൻക്രീസ്. എന്നാൽ 2000 ശേഷം ഡിവോഴ്സ് കുറഞ്ഞെന്നാണ് കാണിക്കുന്നത്. ഇതെന്തുകൊണ്ടാണെന്നറിയോ? വിവാഹങ്ങളുടെ എണ്ണം തന്നെ കുറഞ്ഞു. വിവാഹം കഴിക്കാണ്ട് തന്നെയും ജീവിക്കാനാണ് ഇന്ന് ആൾക്കാർക്ക് ആഗ്രഹം. ഓക്കെ, ഐ വിൽ ഓൾസോ ഷോ യു സം സ്റ്റാറ്റിസ്റ്റിക്സ്. നിങ്ങൾ ഇവിടെ കാണുന്നത് അമേരിക്കയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും അമേരിക്കയിലും പല രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ. അമേരിക്കയുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നിങ്ങൾ കാണുന്നത്. അഡൽട്സ് who are currently married, വിവാഹപ്രായം കഴിഞ്ഞ് ഉള്ള വ്യക്തികൾ, അതില് നോക്കിക്കഴിഞ്ഞാല് വെള്ളക്കാര് ഇപ്പോൾ ഒരു കാലഘട്ടത്തില് ഏകദേശം 80% ആൾക്കാരും വിവാഹം കഴിച്ചാ ജീവിച്ചത്. ഇപ്പൊ അത് 60% താഴെയായി. If you look at the black people, ഒരു സമയത്ത് 60% വിവാഹം കഴിച്ചവരായിരുന്നു, ഇപ്പോൾ 40% താഴെ അത് വന്നു. സ്റ്റീപ്പ് ഡിക്ലൈൻ ഇൻ മാരേജസ്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ ഗ്ലോബൽ ഡിവോഴ്സ് റേറ്റ്, അൺബിലീവബിൾ. കൻ യു ഇമാജിൻ? ലോകത്തില് 2017 സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്, നടക്കുന്ന 100 വിവാഹങ്ങളിൽ 44 വിവാഹങ്ങൾ ഡിവോഴ്സിലാണ് അവസാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ടോപ്പിക്കിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നത്. അതുപോലെ ഞാൻ പറയട്ടെ, ഇന്ന് കുടുംബം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെ,
ഒരു 10-20 വർഷത്തിന് മുമ്പേയൊക്കെ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന കാഴ്ചപ്പാടും ഇന്ന് ലോകം കുടുംബം എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ കാഴ്ചപ്പാട് നോക്കിക്കഴിഞ്ഞാൽ എവിടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് ഫിഗർ ചാർട്ട് നോക്കിയേ. കുടുംബം എന്താ? കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഏതൊക്കെ കുടുംബമായി? സിംഗിൾ പാരന്റ്, അമ്മയോ അപ്പനോ മാത്രമേ ഉള്ളൂ. മരിച്ചതല്ല, ഡിവോഴ്സ് ആയിട്ട് ഒരാൾ മാത്രം ജീവിക്കുന്നു, അവർക്ക് കുഞ്ഞുണ്ട്. അപ്പൊ 86% ആൾക്കാർ പറയുന്നത് അതും കുടുംബമാണ്. അൺമാരീഡ് കപ്പിൾ പറഞ്ഞാൽ വിവാഹം കഴിച്ചിട്ടില്ല, അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്, ചേർന്ന് ജീവിച്ചതും കൊണ്ട് 80% ആൾക്കാർ പറയുന്നു അതും കുടുംബമാണ്. സെയിം സെക്സ് കപ്പിൾ, ഒരേ ആണുമായിട്ട് ചേർന്ന് ഉള്ള കപ്പിൾ, പെണ്ണും പെണ്ണുമായിട്ടും ചേർന്നുള്ള കപ്പിൾ, വിത്ത് ചിൽഡ്രൻ, വിത്തൗട്ട് ചിൽഡ്രൻ, whatever it is, they say it is all family. പ്രിയപ്പെട്ടവരെ, this is the world in which we live. അപ്പൊ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മാറി വരുന്ന ജീവിതത്തിൽ സൊസൈറ്റിയുടെ വാല്യൂസും പ്രിൻസിപ്പിൾസും ഇതെല്ലാം മാറുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായിരിക്കുന്ന നമുക്ക് വിവാഹത്തിനെ കുറിച്ച് വേദപുസ്തകം എന്തു പഠിപ്പിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നിസ്സാരമായിട്ട് കരുതരുത്. അതിനു പകരം അതിന് കൊടുക്കേണ്ട ഗൗരവം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. സമ്മതം എന്ന് പറയുന്നതിന് മുമ്പേ ഒരു ദൈവ പൈതൽ, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു ദൈവ പൈതൽ അറിയേണ്ട 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്പർ 1, know what is biblical marriage. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. know what is biblical marriage. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. വിവാഹത്തിൽ കാലെടുത്ത് വയ്ക്കുന്ന പലർക്കും എന്താന്ന് മനസ്സിലാക്കിയിട്ടല്ല അത് ചെയ്യുന്നത്. ഒരു വയസ്സായി, എല്ലാരും പറയുന്നു വിവാഹം കഴിക്കണം, ഇനി തന്നെ ഉണ്ടാകാൻ പാടില്ല, നിനക്ക് 25 വയസ്സായി, 28 വയസ്സായി, എല്ലാരും കല്യാണം കഴിച്ചു. ലുക്ക് അറ്റ് യുവർ കസിൻസ്, യുവർ നെവ്യൂ, ദേ ഓൾ ഗോട്ട് മാരീഡ്. സോ അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും വിവാഹം കഴിക്കണം. ഫാമിലിയുടെ പ്രഷറ്, സോഷ്യൽ പ്രഷറ്, ഇതുകൊണ്ടൊക്കെ വിവാഹത്തിൽ പ്രവേശിക്കുന്ന ആൾക്കാരാണ് ഇന്ന് അധികം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ട് കാണും. Somebody said marriage is like a mouse trap. Those who are on the outside are eager to get in, and those who are already inside feel trapped. വിവാഹം എന്ന് പറയുന്നത് ഇന്നൊരു എലീനെ പിടിക്കുന്ന പെട്ടി പോലെയാണ്. വെളിയിലിരിക്കുന്നവരൊക്കെ, വിവാഹം കഴിക്കാത്ത വെളിയിലുള്ള യുവാക്കന്മാരൊക്കെ എങ്ങനെയെങ്കിലും വിവാഹം ഒന്ന് കഴിക്കണം ചിന്തിക്കുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ ഫീൽ ചെയ്യുന്നത് എന്തിനാടാ ഇതിനകത്തോട്ട് വന്നു കയറിയത്. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ദൈവമക്കൾ ചിന്തിക്കേണ്ടത്, ലേൺ ബിഫോർ യു ലീപ്. വിവാഹത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ എന്താണ് വേദപുസ്തകം വിവാഹത്തിനെ കുറിച്ച് പറയുന്നത്? ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. വേദപുസ്തകം ആദ്യം വിവാഹം കഴിക്കുവാൻ ഒരുങ്ങുന്ന വ്യക്തികൾക്ക് വേദപുസ്തകം ആദ്യം പറയുന്ന ഒരു കാര്യം, വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ആദ്യം എടുക്കേണ്ട തീരുമാനം. The first decision you need to make is whether you want to get married or not. 1 Corinthians chapter 7, 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ പൗലോസ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, വിവാഹത്തിൽ പ്രവേശിക്കുവാണെങ്കിൽ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ്. വിവാഹത്തിൽ പ്രവേശിച്ചില്ലെങ്കിൽ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ്, ദീസ് ആർ ദ അഡ്വാൻറ്റേജസ്, ദീസ് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ്. അപ്പൊ എന്തുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറഞ്ഞത്? വിവാഹത്തിനെ നിസ്സാരമായിട്ട് കരുതരുത്. വിവാഹത്തിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. ദൈവമക്കൾ ഇത് അറിഞ്ഞിട്ട് മാത്രമേ വിവാഹത്തിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. അതുപോലെ പിന്നെ ഞാൻ ചില കാര്യങ്ങൾ ഇതോട് കൂടെ ചേർത്ത് പറയട്ടെ.
ടോക്ക് ടു എൽഡർലി പീപ്പിൾ, എൽഡർലി ക്രിസ്ത്യൻസ്. വിവാഹം കഴിച്ച് പല വർഷങ്ങൾ ദൈവവചന അടിസ്ഥാനത്തിൽ ജീവിച്ച് എൽഡർലി ക്രിസ്ത്യൻസിനുമായിട്ട് സംസാരിക്കുക, വിവാഹ ജീവിതത്തിനെ കുറിച്ച് അറിയുക. ഇത് നടക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ സഭകളിലൊക്കെ ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങുന്നത് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മള് വേറൊരു രാജ്യത്തിലോട്ട്, നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും എത്രയോ പേര് ഇംഗ്ലണ്ടിലോട്ടും അമേരിക്കയിലോട്ടൊക്കെ പോകുന്നല്ലോ. ആ ഒരു പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ അതിനുവേണ്ടി അവർ എത്ര ഒരുക്കങ്ങളാണ് ചെയ്യുന്നത്. IELTS പഠിക്കണമെങ്കിൽ അത് പഠിക്കും, ടോഫൽ പഠിക്കണമെങ്കിൽ ടോഫൽ പഠിക്കും, അല്ലേ? ആ രാജ്യത്തിന്റെ സിറ്റിസൺ ആകണമെങ്കിൽ അവിടുത്തെ എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ അത് ക്ലിയർ ചെയ്യും. ഇതെല്ലാം ചെയ്യും. എന്നാൽ വിവാഹം എന്ന് ദൈവം ഒരുക്കിയിരിക്കുന്ന ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതിൽ പ്രവേശിക്കുവാൻ ഒരു ഒരുക്കവുമില്ല. ചിലർ പറയുന്നതാണ്, ഞാൻ എപ്പോഴും റെഡിയാണ്, ഒരു പെണ്ണിനെ കൊണ്ടുവന്നാൽ മതി, ഞാൻ കെട്ടിക്കോളാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് കെട്ടിക്കഴിയുമ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, ഐ വുഡ് എൻകറേജ് എവറി ചർച്ച്, നമ്മുടെ സഭകളിൽ എല്ലാ സഭകളിലും ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗിന് വേണ്ടി ചിലർ ട്രെയിനായി അത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. റീഡ് ഗുഡ് ബുക്സ് ഓൺ മാരേജ്. എത്രയോ നല്ല പുസ്തകങ്ങൾ വിവാഹത്തിനെ കുറിച്ച്, ദൈവിക വിവാഹങ്ങളെ കുറിച്ച് എത്രയോ നല്ല പുസ്തകങ്ങളുണ്ട്. ഒരുപക്ഷെ ഞാൻ പാരൻസിന്റെ അടുത്ത് പറയുക, നമ്മള് ആ വെഡിങ് സെറിമണിയെ കുറിച്ച് നമ്മൾ പലപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ, ആരെ വന്ന് പാട്ടിന് വിളിക്കണം, ആരെ വന്ന് പ്രസംഗിക്കാൻ വിളിക്കണം, ഏത് കാറ്ററിംഗുകാരാണ് വരേണ്ടത്, ഇതിനൊക്കെ നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്നാൽ വിവാഹത്തിൽ പ്രവേശിക്കാൻ പോകുന്ന നമ്മുടെ മക്കൾക്ക് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ വിവാഹം എന്താണെന്നുള്ളത് മനസ്സിലായോ എന്നുള്ളതിനെ കുറിച്ച് അത്രയും നമ്മൾ ചിന്തിക്കുന്നില്ല. ഓക്കെ, ഐ വാണ്ട് ടു വെരി സീരിയസ്ലി ടോക്ക് അബൌട്ട് ദിസ് ഇഷ്യൂ. പ്രിയപ്പെട്ടവരെ, ഇത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആട്ടോ. ഇത് ഇന്ത്യയുടെ ഒരു ചിത്രമാണ് ഇവിടെ കാണിക്കുന്നത്. യുനോ വാട്ട്, മില്ലിനിയൽസ് എന്ന് പറയുമ്പോൾ 1980 തുടങ്ങി 2000 വരെ ആ സമയങ്ങളിൽ ജനിച്ചവർ. ഓക്കെ, പോസ്റ്റ് മില്ലിനിയൽ എന്ന് പറയുമ്പോൾ 2000 വർഷം കഴിഞ്ഞിട്ട് ജനിച്ചവരാണ് പോസ്റ്റ് മില്ലിനിയൽസ്. ഞാൻ പറയട്ടെ, ഇത് അമേരിക്കയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇന്ത്യയുടെ വ്യവസ്ഥയാണ് ഞാൻ പറയുന്നത്. യു ലുക്ക് അറ്റ് ദി സ്റ്റാറ്റിസ്റ്റിക്സ്. ദേ വിഷ് ടു ഗെറ്റ് മാരീഡ്. അവർ പറയാം, എനിക്ക് വിവാഹം ഞങ്ങൾക്ക് കഴിക്കണം, പക്ഷേ അതിൽ 9% ആൾക്കാർ പറയും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണ്ട. വിവാഹം കഴിക്കണം, കുഞ്ഞുങ്ങൾ വേണ്ട. ഓക്കെ, ഇപ്പൊ അത് തന്നെ പോസ്റ്റ് മില്ലിനിയൽസ് കണ്ടേ നിങ്ങൾ. 2000-ന് ശേഷം ജനിച്ചവർ, അവർ പറയുക കല്യാണം കഴിക്കണം, പക്ഷെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണ്ട. താഴത്തെ കാറ്റഗറി ഒന്ന് നോക്കിയേ, ഞങ്ങൾക്ക് വിവാഹം കഴിക്കണ്ട, കുഞ്ഞുങ്ങൾ വേണം. എവിടെ എത്തി നമ്മുടെ രാജ്യം പ്രിയപ്പെട്ടവരെ? 19% ആൾക്കാർ പറയുക ഞങ്ങൾക്ക് വിവാഹം വേണ്ട, പക്ഷെ കുഞ്ഞുങ്ങൾ വേണം. 23% ആൾക്കാർ പറയുക, പോസ്റ്റ് മില്ലിനിയൽസ്, ഞങ്ങൾക്ക് വിവാഹം വേണ്ട, കുഞ്ഞുങ്ങൾ വേണം. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇങ്ങനെയൊക്കെ ദൈവമക്കളുടെ ഇടയിൽ നടക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കും. ഞാന് എൻ്റെ ജീവിതത്തിൽ ചില കൗൺസിലിങ്ങുകളൊക്കെ, ഈ പ്രശ്നമൊക്കെ വരുമ്പോൾ കൗൺസിലിങ്ങുകളിലൊക്കെ പോയി ഇരുന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പറയട്ടെ. Many of our young people, they don't know what is the purpose of marriage. വിവാഹം എന്തിനു വേണ്ടിയാന്നുള്ളത് മനസ്സിലാക്കാണ്ടാണ് വിവാഹത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അവർക്ക് ഒന്നിച്ച് ജീവിക്കൂ പല ബുദ്ധിമുട്ടുകളാണ്. I want to very briefly talk about what are the biblical purposes. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ പേർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന പോലെ കമ്പാനിയൻഷിപ്പ് ആൻഡ് കംപ്ലീറ്റ്നെസ്. 2 വ്യക്തികളെ ദൈവം ഒന്നിച്ച് ചേർക്കുന്നതിന്റെ കാരണം നമുക്കറിയാം. അതൊന്ന് വായിച്ചു നോക്കാം. ഉൽപ്പത്തി 2:18, ജെനിസിസ് 2:18. Bobby can help me in reading that.
ബോബി. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളിച്ചു. ഏകനായിരിക്കുന്നത് നല്ലതല്ല, തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും. രണ്ട് കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഒന്ന് കമ്പാനിയൻഷിപ്പ്, സെക്കൻഡ് ഇസ് കംപ്ലീറ്റ്നെസ്. ദർ ഇസ് സംതിങ് ദ ബ്രൈഡ് ലാക്സ് ആൻഡ് ദ ബ്രൈഡ് ഗ്രൂം ലാക്സ്. ദൈവം ഇവരെ രണ്ടുപേരെയും ഒന്നിച്ച് ചേർത്ത് ഹി വാണ്ട്സ് ടു കംപ്ലീറ്റ്. ഞാൻ പറയട്ടെ, ഇന്ന് ഒരു ചില വിവാഹങ്ങളിൽ വിവാഹം കഴിയും. വിവാഹം എങ്ങനെയാ കഴിയുന്നത്? ലീവിന്, ഞാൻ ആരെയും കുറ്റം പറയല്ല, വിഷമത്തോടെ പറയുവാട്ടോ, ഒരു ലീവിന് 10 ദിവസത്തിന് ഇന്ത്യയിൽ വരും, വിവാഹം കഴിക്കും, എന്നിട്ട് പറന്നു പോകും. പിന്നെ വരുന്നത് എപ്പോഴാ? 1 വർഷം കഴിഞ്ഞിട്ട്. ചില സമയങ്ങളിൽ വിവാഹം കഴിച്ചിട്ട് ഞാൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് കൊണ്ടുപോകാം എന്നുള്ള അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകത്തിന്റെ പർപ്പസ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്നിട്ട് പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആരാണ് ഇതിന് കാരണം? ഡിപ്പെൻഡൻസ്. ഞാൻ പറയട്ടെ, വിവാഹത്തിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് എനിക്ക് സമയമില്ല, ദൈവം കൊടുത്ത എൻ്റെ ഭാര്യയുമായിട്ട് ഭർത്താവുമായിട്ട് സമയം എനിക്കില്ല, എനിക്ക് ജോലിയാണ് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഇൻഡിപെൻഡൻസ് വേണം, പിന്നെന്തിനാ വിവാഹം കഴിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരും ചോദിക്കുന്നത് എനിക്ക് ഇൻഡിപെൻഡൻസ് വേണം. വിവാഹം കഴിച്ചതൊക്കെ ശരിയാ, പക്ഷെ എൻ്റെ ഇഷ്ടത്തിന് സമയത്തിന് ഞാൻ പോകാനും വരാനും എൻ്റെ അടുത്ത് ചോദ്യമൊന്നും ചോദിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ റൂൾ എന്താന്ന് അറിയോ? വിവാഹം കഴിക്കാണ്ടിരിക്കുക. ഇല്ലേ? ചിന്തിക്കുക. ദാറ്റ്സ് ദ ഫസ്റ്റ് പർപ്പസ്. സെക്കൻഡ്ലി, പ്രിയപ്പെട്ടവരെ, മാരേജ് ഇസ് എ യൂണിയൻ. വേദപുസ്തകം ക്ലിയർ ആയിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. ജെനിസിസ് 2:24. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. പ്രിയപ്പെട്ടവരെ, ഇതിന് പല വ്യാഖ്യാനങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഏകദേഹമായി തീരും. They will become one. Okay? It is not just talking about bodily union, but the holistic union of two individuals. രണ്ട് വ്യക്തികളുടെ ആ ഒരു വലിയ ഒരു മിസ്റ്റീരിയസ് യൂണിയനെ കുറിച്ചാണ് ഈ വാക്യം പറയുന്നത്. ഞാൻ കൗൺസിലിങ്ങിന്റെ സമയത്തൊക്കെ ചില കേസുകളിൽ കേട്ടിട്ടുണ്ട്, ഒന്നെങ്കിൽ പെണ്ണായിരിക്കും ഇല്ലെങ്കിൽ ആണായിരിക്കും പറയുന്നത്, എനിക്ക് ഈ സെക്സിലൊന്നും ഇഷ്ടമല്ല. ചിലവരൊക്കെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, വിവാഹമൊക്കെ ഞാൻ കഴിക്കാം, പക്ഷെ എനിക്ക് ഈ സെക്സുമായിട്ടൊന്നും താല്പര്യമില്ല. പ്രിയപ്പെട്ടവരെ, പിന്നെന്തിനാ വിവാഹം കഴിക്കുന്നത്? എനിക്ക് ഈ ഇന്റിമസി ഒന്നും വേണ്ട. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല്, എനിക്ക് പല ഫ്രണ്ട്സ് ഉണ്ട്, ആ ഫ്രണ്ട്സിലെ പോലെ നിന്നെയും ഒരു ഫ്രണ്ട് ആക്കി വെക്കും, അത്ര മാത്രം എനിക്ക് മതി. Brothers and sisters, the Bible very clearly says you are entering into a very, very intimate relationship, which is like no other relationship. അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തി വിവാഹത്തിൽ പ്രവേശിച്ചാൽ പ്രശ്നം ഉറപ്പാണ്. അതേപോലെ ദൈവവചനം പറയുന്ന വേറൊരു കാര്യം, 1:28 വായിച്ചേ ബോബി. 1:28, ഉൽപ്പത്തി 1:28. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി, സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന്. പ്രിയപ്പെട്ടവരെ, പ്രൊക്രിയേഷൻ ദൈവത്തിന്റെ പദ്ധതിയിൽ, വിവാഹത്തിന്റെ പദ്ധതിയിൽ കുഞ്ഞുങ്ങൾ അത് ഉണ്ടാകണം. അതിൽ കൂടെ ദൈവത്തിന്റെ ആ പദ്ധതിയുടെ ആ ക്രിയേഷന്റെ പർപ്പസ് അത് ഫുൾഫിൽ ആകണം എന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമാണ്. അപ്പൊ ഞാൻ പറയട്ടെ, വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ ദൈവം തരുന്നതാണ്. ചില സമയങ്ങളിൽ ചിലർക്ക് ദൈവം കുഞ്ഞുങ്ങളെ തന്നിട്ടില്ല, അത് ശരിയാണ്. എന്നാൽ കുഞ്ഞുങ്ങൾ എനിക്ക് വേണ്ട, വിവാഹം കഴിച്ചാൽ മതി,
എന്നുള്ള ചിന്താഗതി വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചിന്താഗതി അല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം കാണിച്ച സ്ലൈഡിൽ നിങ്ങൾ കണ്ടല്ലോ, ഇന്ന് പലർക്കും വിവാഹം കഴിച്ച് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടിനെ പോലെ ജീവിക്കണം, പക്ഷെ കുഞ്ഞുങ്ങളൊന്നും നമുക്ക് വേണ്ട. കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇന്നൊക്കെ നമ്മൾ പേപ്പറിലൊക്കെ കാണുന്ന പോലെ ആണിന്റെയും പെണ്ണിന്റെയും ആ എഗ്ഗും സ്പേമും ഒക്കെ എടുത്തിട്ട് എവിടെയെങ്കിലും അത് പ്രോസസ് ചെയ്ത് സറഗേറ്റ് മദർഹുഡ് അതിനു വേണ്ടി കൊടുക്കാം. കാരണം എന്താണെന്നറിയോ? ഇപ്പൊ ഇന്ന് പലരും ഇത് പറയാൻ കാരണം എന്തോ പ്രിയപ്പെട്ടവരെ? എന്റെ കരിയർ, അയ്യോ അതിനുവേണ്ടി ഞാൻ 10 മാസം അല്ലെങ്കിൽ 1.5 വർഷം എനിക്ക് അതിനു വേണ്ടി ഒതുക്കാനൊന്നും സമയമില്ല. അങ്ങനെ സമയമില്ലാത്തവർ വിവാഹം കഴിക്കണ്ട, ഒരു നിർബന്ധവും ഇല്ല. പ്രിയപ്പെട്ടവരെ, അടുത്ത് വേദപുസ്തകം പറയുന്ന another important purpose of marriage, Ephesians 5 verse 25 to 33. ഒത്തിരി വായിക്കണ്ട, അതിന്റെ 2 വാക്യം വായിച്ചാൽ മതി ബോബി. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അവൻ അവളെ വചനത്തോട് കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായതൊന്നും ഇല്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്കു തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഓക്കെ, പ്രിയപ്പെട്ടവരെ, ഈ വാക്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ഏത് വിവാഹ ശുശ്രൂഷയുടെ സമയത്തും ദൈവദാസന്മാർ പറയുന്ന വാക്കുകളാണ്. ഞാൻ പറയട്ടെ, ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോ പറയുന്നത് ഇരുന്ന് കേട്ടാൽ പോരാ. ഇത് വിവാഹത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ യു ഷുഡ് ഹാവ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്. എന്താണ് ദൈവം ഹസ്ബൻഡ് എന്നുള്ള നിലയിൽ ഏത് റോളാണ് ദൈവം ഉദ്ദേശിക്കുന്നത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ? വൈഫ് എന്നുള്ള നിലയിൽ ഏത് റോളാണ് പ്ലേ ചെയ്യാൻ ദൈവം ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലഘട്ടത്തില് എന്തൊക്കെയാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ കേൾക്കുന്നത്? ചിലർ പറയാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, ഇതുപോലെ എൻ്റെ ഭർത്താവ് വീട്ടിലിരുന്നാലും കുഴപ്പമില്ല, എനിക്ക് ജോലിക്ക് പോകണം. എൻ്റെ ഭർത്താവിന് ഞാൻ അയച്ചു കൊടുക്കാം, ഭർത്താവ് ലെറ്റ് ഹിം ബി ദ ബേബി സിറ്റർ, ഐ വിൽ ഗോ ആൻഡ് വർക്ക്. യു ആർ ആക്ച്വലി tilting the biblical order. പ്രിയപ്പെട്ടവരെ, ദൈവം വിവാഹ ശുശ്രൂഷയിൽ 2 പേരെ ചേർക്കുമ്പോൾ God has some clear plans and purposes. അതേപോലെ നമുക്കറിയാം, one of the greatest purpose for which 2 പേരെ ദൈവം, ആണിനെയും പെണ്ണിനെയും ദൈവമക്കളെ ഒന്നിച്ച് വിവാഹത്തിൽ ചേർക്കുന്നത്, അത് characterize Christ and the church. അതിനെക്കുറിച്ച് എനിക്ക് ഒത്തിരി പറയാൻ ഉണ്ട്, പക്ഷെ നമുക്ക് സമയമില്ല. സോ ഫസ്റ്റ് തിങ് ഐ വുഡ് സേ, ആദ്യം സമ്മതം എന്ന് പറയുന്നതിന് മുമ്പേ വിവാഹം കഴിക്കുവാൻ ഒരുങ്ങുന്ന വ്യക്തികൾ വ്യക്തമായിരുന്ന് ദൈവം എന്താണ് വിവാഹത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് മാത്രമേ അതിൽ പ്രവേശിക്കുക. ഇല്ലെങ്കിൽ പ്രശ്നം ഉറപ്പ്. പിതാക്കന്മാരുടെ അടുത്തും മാതാക്കന്മാരുടെ അടുത്തും എനിക്ക് പറയാനുണ്ട്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചേർത്ത് വെച്ചാലും, അവരുടെ വിവാഹം എത്ര വലിയ ഹോട്ടലിൽ നടത്തിയാലും, എത്ര വലിയ കാറ്ററിംഗ് ഗ്രൂപ്പിനെ നിങ്ങൾ വിളിച്ചാലും, നിങ്ങളുടെ മക്കൾക്ക് വേദപുസ്തകം പറയുന്ന ആ വിവാഹത്തിന്റെ പർപ്പസ് മനസ്സിലാക്കി കൊടുക്കാണ്ട് അവരെ വിവാഹത്തിൽ ഏർപ്പെടുത്തി കൊടുത്താൽ അതിന്റെ വേദന പിന്നെ നിങ്ങളും ചേർന്ന് അനുഭവിക്കേണ്ടി വരും. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞില്ലേ, 3 കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമതായിട്ട്, സമ്മതം എന്ന് പറയുന്നതിന് മുൻപേ, ബിഫോർ യു സേ യെസ്, ബി ഷുവർ അബൌട്ട് യുവർ പാർട്ട്ണർ പ്രയോറിറ്റീസ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും വിവാഹം കഴിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു ചില ആഗ്രഹങ്ങളുണ്ട്, പ്രിഫറൻസസ്, എക്സ്പെക്ടേഷൻ. നമുക്ക് മാത്രമല്ല, നമ്മുടെ പാരൻസിന് എക്സ്പെക്ടേഷൻ ഉണ്ട്, നമ്മുടെ സഭക്കാർക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട്, നമ്മുടെ സിബ്ലിങ്സിന് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. വിവാഹം എന്ന് പറയുന്നത് 2 പേര് മാത്രമല്ലല്ലോ, ഇത് പലരുടെയും എക്സ്പെക്ടേഷൻ ആണ്. ഇപ്പൊ അടുത്ത ചോദ്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരുടെയും എക്സ്പെക്ടേഷൻസ് എനിക്ക് എൻ്റെ വിവാഹത്തിൽ
അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റൂല. ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത് ലോകക്കാര് അവരുടെ എക്സ്പെക്ടേഷൻ ആണ്. വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ് ഇൻ ചൂസിങ് എ സ്പൗസ് ഓർ പാർട്ട്ണർ. ഇന്ന് ലോകക്കാരുടെ കാഴ്ചപ്പാടിൽ അവര് ഏതാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്? വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പാർട്ട്ണറിനെ വിവാഹ ആലോചനയിൽ ഏത് രീതിയിലുള്ള പാർട്ട്ണർ വേണം എന്ന് അവർ ചിന്തിക്കുമ്പോൾ അവരുടെ പ്രയോറിറ്റി ഇതാണ്. ഒരു പ്രയോറിറ്റി സിമിലർ ഐഡിയ, കമ്പാറ്റബിലിറ്റി എന്ന് പറയുന്ന ഒരേപോലെ ചിന്തിക്കുന്ന വ്യക്തികൾ, അതാണ് ഇന്ന് പ്രാധാന്യം. 73%. വേറെ ആൾക്കാർ നോക്കുന്നത് നല്ല ജോലി വേണം, സ്റ്റഡി ജോബ് വേണം, 63% ആൾക്കാർ. അതേപോലെ ഒരു ചിലര് സെയിം റിലീജിയസ് ബിലീഫ് വേണം, 48%. എഡ്യൂക്കേഷൻ എന്നെ പോലെ പഠിച്ചിരിക്കണം, 29%. അല്ലെങ്കിൽ എന്റെ ജാതി ആയിരിക്കണം, എന്റെ എത്നിക് ഗ്രൂപ്പ് ആയിരിക്കണം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സുറിയാനി ആണെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനി ആയിരിക്കണം. ഓക്കെ, ആ രീതിയിലുള്ള ഇത് ലോകത്തിന്റെ കാഴ്ചപ്പാട് അല്ലേ? ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ABCD ഓഫ് മാരേജ് എന്ന് പറയാറുണ്ടായിരുന്നു. ABCD ഓഫ് മാരേജ് എന്താണ്? ABCD ഓഫ് മാരേജ് ഏജ്. നമ്മുടെ വിശ്വാസികളുടെ പലരുടെയും ക്രൈറ്റീരിയ ഇതാണ്. ഏജ് നോക്കണം, പിന്നെ സൗന്ദര്യം നോക്കണം, പിന്നെ കാസ്റ്റ്. നമ്മളിതൊന്നും പറയില്ല, നമ്മൾ ജാതിയൊന്നും നോക്കില്ല എന്നൊക്കെ പറയും. പക്ഷെ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് അറിയാം. എവിടെയാണ് അവരുടെ ആ ആസ്പെക്ട്. പിന്നെ എത്ര കിട്ടും ഡൗറി. അടുത്ത് പിന്നെ എഡ്യൂക്കേഷൻ. ABCD ആയല്ലോ. ഈ എഡ്യൂക്കേഷൻ, F ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ലാസ്റ്റില് ഇതെല്ലാരും പറയുന്ന ദൈവ ഭയം ഉള്ളതായിരിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത്, പിന്നെ ബ്രദറെ പറഞ്ഞില്ല എന്ന് വേണ്ട, ദൈവ ഭയമുള്ള ഒരു കുടുംബത്തിൽ നിന്നായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാന് ഇതൊന്ന് നോക്കിയേ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 3 ആസ്പെക്ട് ചിന്തിക്കണം. ഒന്ന്, ബിബ്ലിക്കൽ പ്രയോറിറ്റി. ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? വൈ ബിബ്ലിക്കൽ പ്രയോറിറ്റി? വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പ്രയോറിറ്റീസ് ഉണ്ടാകണം. കാരണം എന്തറിയോ? യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ്. ഒരു ദൈവ പൈതൽ ആയതും കൊണ്ട് ദൈവം എന്താണ്, ഇതിന് പ്രാധാന്യം കൊടുക്കുന്നു. വാട്ട് ആർ ബിബ്ലിക്കൽ പ്രയോറിറ്റീസ്? അതിന് ചിന്തിച്ചേ പറ്റുള്ളൂ. രണ്ടാമത്, പിന്നെ ഞാൻ പറഞ്ഞേ, നമ്മളെല്ലാം സോഷ്യൽ ബീയിങ് ആണ്. നമുക്കൊരു കുടുംബമുണ്ട്, പാരന്റ്സ് ഉണ്ട്, നമുക്കൊരു സംസ്കാരമുണ്ട്, നമ്മുടെ കൾച്ചർ ഉണ്ട്, പിന്നെ നമ്മുടെ സഭയുണ്ട്. ഈ രീതിയിൽ പല സമൂഹ രീതിയിലുള്ള പ്രയോറിറ്റീസ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. മൂന്നാമത്തെ, പിന്നെ നമുക്കായിട്ട് ചില ഇഷ്ടങ്ങളുണ്ടല്ലോ, ഉണ്ടോ ഇല്ലയോ? നമുക്കായ ചില ഇഷ്ടങ്ങളുണ്ട്. അപ്പൊ ഇത് 3ഉം കൂടെ നമ്മൾ ബാലൻസ് ചെയ്തേ പറ്റുമോ? ഓക്കെ, ഞാൻ ആദ്യം പറയട്ടെ, ബിബ്ലിക്കൽ പ്രയോറിറ്റീസ്. എന്റെ സമയം ഓടുന്നു, പെട്ടെന്ന് ഓടിച്ചു വിടണം. ബിബ്ലിക്കൽ പ്രയോറിറ്റീസ്. എന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ വിവാഹം കഴിക്കുവാൻ ഒരുങ്ങുന്ന വ്യക്തി, അല്ലെങ്കിൽ വിവാഹം കഴിപ്പിച്ച് വിടുവാൻ ആഗ്രഹിക്കുന്ന പിതാക്കന്മാർ ചിന്തിക്കേണ്ടത്, എന്റെ മക്കൾക്ക് ഞാന് എതിന് പ്രാധാന്യം കൊടുക്കും? ഒരു പ്രപ്പോസൽ വരുമ്പോൾ, ഒരു ആലോചന വരുമ്പോൾ എന്തിനാണ് എന്റെ പ്രാധാന്യം കൊടുക്കാൻ പോകുന്നത്? പ്രിയപ്പെട്ടവരെ, ബിബ്ലിക്കൽ പ്രയോറിറ്റീസ് പെട്ടെന്ന് ഓടിച്ചു വിടുവാട്ടോ. ചിലതൊക്കെ ഞാൻ തട്ടിവിടാം. കോഹാബിറ്റേഷൻ ഇസ് അഡൾട്ടറി. ഞാൻ പറയട്ടെ, ഒരു ദൈവ പൈതലിനനുസരിച്ച് വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഒരു പെണ്ണും ആണും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുവാണെങ്കിൽ that is biblically absolutely wrong. That is considered as adultery. Okay? രണ്ടാമതായിട്ട് വേദപുസ്തകം തെളിവായിട്ട് പറയുന്നത്, വിവാഹം എന്ന് പറയുന്നത് ഒരു ആണും പെണ്ണുമായിട്ട് മാത്രമേ ഉള്ളൂ. ഹെട്രോജീനസ് മാരേജ്. ഓക്കെ, നാളെ നമുക്കറിയില്ല, നമ്മുടെ മക്കൾ, നമ്മുടെ കൊച്ചുമക്കൾ നമ്മുടെ മുമ്പിൽ വന്ന് ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു വന്ന് നിൽക്കും.
ഇന്ന് ഇതൊക്കെ ലീഗലൈസ് ചെയ്തല്ലോ, ഗവൺമെന്റ് പോലും അംഗീകരിച്ചല്ലോ, മെഡിക്കൽ ഫീൽഡ് പോലും അംഗീകരിച്ചല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല? There is a possibility. ജെൻഡർ ഡിഫറൻസസ്, ആണും പെണ്ണും ഈക്വൽ ആണ്, പക്ഷേ ഡിഫറൻസസ് വേദപുസ്തകം പറയുന്നുണ്ട്. ഡിഫറൻസസ് ഇൻ റോൾസ്, ഇത് നമ്മുടെ പ്രയോറിറ്റി കൊടുത്തേ പറ്റുള്ളൂ. അതുപോലെ വേറൊരു കാര്യം പറയട്ടെ, വൺസ് മാരീഡ് ഓൾവേസ് മാരീഡ്. ഇത് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. വേദപുസ്തകം ഇപ്പൊ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ തന്നെ ഒന്ന് ട്രയലിൽ നോക്കാം, ശരിയായില്ലെങ്കിൽ പിന്നെ വേറൊരെണ്ണം നോക്കാം. ഇത് ഒരു ഷർട്ട് ഷോറൂമിൽ പോയി ഷർട്ട് വാങ്ങിച്ചിട്ട് ഷോറൂംകാരൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വരില്ല, വീട്ടിൽ പോയി ഇട്ട് നോക്കാം, എന്നിട്ട് ശരിയായില്ലെങ്കിൽ തിരിച്ചു വന്ന് വേറൊരെണ്ണം വാങ്ങിച്ചോണ്ട് പോകാം എന്ന് ചോദിക്കുന്ന ഒരു മനനിലയല്ല. ദീസ് ആർ ബിബ്ലിക്കൽ പ്രയോറിറ്റീസ് ഫോർ us. വൺസ് മാരീഡ് ഓൾവേസ് മാരീഡ്, അത് ഓർത്തോളണം. ഈക്വലി യോക്ഡ്. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതൽ, ഞാൻ അത് വ്യക്തമായി പറയട്ടെ, ഒരു ദൈവ പൈതലിനെ മാത്രമേ കുടുംബജീവിതത്തിൽ പങ്കാളിയായി നടത്തുവാൻ പറ്റുള്ളൂ. നമുക്ക് വചനം അറിയാം, അതുകൊണ്ട് ഞാൻ എടുത്തു വായിക്കുന്നില്ല. ഈക്വലി യോക്ഡ്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഇതിനകത്തൊക്കെ ഒത്തിരി വീഴ്ചകൾ പറ്റുന്നുണ്ട്. എന്താ വീഴ്ചകൾ? നമ്മൾ ദൈവ പൈതലിനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അവിടെയാണ് നമുക്ക് വീഴ്ചകൾ പറ്റുന്നത്. പലപ്പോഴും നമുക്ക് ഉള്ള അഭിപ്രായം, ദൈവ പൈതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും ചർച്ചിൽ പോകുന്നുണ്ടോ? എല്ലാ ഞായറാഴ്ചയും ചർച്ചിൽ വരുന്ന വ്യക്തിയാണെങ്കിൽ ദൈവ പൈതലായിരിക്കണം. രണ്ടാമത് നമ്മുടെ മനസ്സിലുള്ളത്, ഞായറാഴ്ച ദൈവ പൈതൽ ഒന്ന് എഴുന്നേറ്റ് ദൈവത്തെ സ്തോത്രം ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ വചനത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയുവാണെങ്കിൽ, അയ്യോ അവൻ നല്ല ആത്മീയനായിരിക്കണം. ആലോചനകൾ വരുമ്പോ ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. എൻ്റെ അടുത്ത് എത്ര പേര് ചോദിച്ചിട്ടുണ്ടെന്നറിയോ, സഹോദര ആരാനയ്ക്ക് എന്തെങ്കിലുമൊക്കെ എഴുന്നേറ്റ് പറയുന്ന വ്യക്തിയാണോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു സംഭവം പറയുവാണേ. ലെറ്റ് മീ ടോക്ക് അബൌട്ട് വൺ ഇൻസിഡന്റ്. I think my video is muted. Video is gone. Yeah. All right. ഒരു സംഭവം ഞാൻ പറയുവാ. ഞാൻ എവിടുന്നാ ഏതാണെന്നൊന്നും പറയുന്നില്ല. ഒരു നല്ല യുവാവാണ്, എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ നല്ല യുവാവാണ്. സഭയിൽ എഴുന്നേറ്റ് വാക്യങ്ങളൊക്കെ പറയുകയും അതേപോലെ ലീഡൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. കുടുംബത്തിൽ ഭയങ്കര പ്രശ്നം വന്നപ്പോൾ, അപ്പൊ ആ ഭാര്യ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. വീട്ടിൽ വരുമ്പോ ഈ വ്യക്തി ഇങ്ങനത്തെ മനുഷ്യനാണെന്ന് പറഞ്ഞ ആരും വിശ്വസിക്കില്ല. നിവർത്തിയില്ലാണ്ട് അവള് ചില ഫോട്ടോ എടുത്തു. ആ ഫോട്ടോയില് കാണുന്ന കാഴ്ച, ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒരു ചെറിയ ഐസ് ബോക്സിനകത്ത് കുറെ ബിയറും കുറെ മറ്റ് ലിക്കറും ഒക്കെ എടുത്ത് കുടിച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ ആരും ഇത് കണ്ടിട്ടില്ല, പുറമേ ഉള്ളതോ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, അകം നിങ്ങൾ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ആരോ ഒരു വിശ്വാസി എന്ന് പറഞ്ഞ്, ഒരു നല്ല പൈതലാന്ന് പറഞ്ഞൊക്കെ ആ രീതിയിൽ എടുത്തു ചാടി പോയി നിങ്ങളുടെ മക്കളെ ദയവ് ചെയ്ത് വേറെ മനുഷ്യരുടെ കയ്യിൽ കൊടുക്കല്ലേ. പിന്നെ വേദന നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ശരിക്കും ചിന്തിച്ച് സമയമെടുത്ത് അവന്റെ ആത്മീയം, ആ വ്യക്തിയുടെ ആത്മീയം, ആണാകട്ടെ പെണ്ണാകട്ടെ, ആ വ്യക്തിയുടെ ശരിയായ ആത്മീയ നിലപാട്, ആത്മീയ നിലവാരം ഉള്ളവരെടുത്ത് ചോദിച്ച്, ബ്രോക്കർമാരെടുത്ത് ചോദിക്കല്ലേ പ്ലീസ്. ബ്രോക്കർമാരെടുത്ത് ചോദിക്കല്ലേ. എങ്ങനെയെങ്കിലും വന്ന് ആരെങ്കിലും പിടിച്ച് കെട്ടിച്ചു വിടണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരെടുത്ത് ചോദിച്ചാൽ പറയും നല്ല വ്യക്തിയാണെന്നൊക്കെ പറയും. പിന്നെ നിങ്ങൾ വേദന അനുഭവിച്ചിട്ട് പ്രയോജനമില്ല. ചിന്തിച്ച്, ടേക്ക് ടൈം, സീക്ക് ഗോഡ്സ് വിൽ, ദൈവത്തിന്റെ ആ ഹിതം എന്താന്നുള്ളത് മനസ്സിലാക്കുക. ടേക്ക് ടൈം. ഞാൻ പറയട്ടെ, ഇത് പലപ്പോഴും നമുക്ക് സാധിക്കാൻ പറ്റാത്ത, ഞാൻ ഇപ്പൊ വ്യക്തികളുടെ അടുത്ത് സംസാരിക്കുക. ഐ എം സ്പീക്കിംഗ് ഡയറക്ട്ലി ടു യങ് പീപ്പിൾ നൗ. ഇപ്പൊ നിങ്ങൾക്ക് നല്ല ഒരു പെണ്ണുണ്ടാകണം, ആത്മീയമായ ഒരു പെണ്ണുണ്ടാകണം, അല്ലെങ്കിൽ നല്ല ഒരു ദൈവഭയമുള്ള ഒരു വ്യക്തി വേണമെന്നൊക്കെ പലപ്പോഴും ആൺപിള്ളേരും ആഗ്രഹിക്കാറുണ്ട്, പെൺപിള്ളേരും ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എങ്ങനത്തെ ഒരു വ്യക്തിയാണ്?
നിങ്ങൾ ഏത് രീതിയിലുള്ള വ്യക്തിയാണ്? ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞല്ലോ, ബിബ്ലിക്കൽ പ്രയോറിറ്റീസ്, വേദപുസ്തകം കൊടുക്കുന്ന പ്രാധാന്യം, ഇതിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുന്നത് തന്നെയും നിങ്ങൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഫസ്റ്റ് യു ഹാവ് ടു ബി എ ട്രൂലി ബോൺ അഗെയിൻ, എ പേഴ്സൺ ഹു ഈസ് ഹാവിങ് എ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ലോർഡ്. കർത്താവുമായിട്ട് ഒരു നെരുങ്ങിയ ഒരു ക്ലോസർ റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയട്ടെ, നിങ്ങൾ വിവാഹത്തിന് വേണ്ടി ആലോചന നിങ്ങളുടെ മുമ്പിൽ വന്നെത്തുമ്പോൾ അത് ദൈവഹിതമാണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ദൈവമായിട്ട് ചേർന്ന് ജീവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ദൈവം തന്റെ ഹിതം വെളിപ്പെടുത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ബിബ്ലിക്കൽ പ്രയോറിറ്റീസ് നോൺ നെഗോഷ്യബിൾ. നോൺ നെഗോഷ്യബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ വിട്ടുവീഴ്ചകൾ പാടില്ല. സിമ്പിൾ. ഈ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച, ദൈവമക്കൾ ഇതിൽ വിട്ടുവീഴ്ച കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ വേദന അനുഭവിക്കേണ്ടി വരും. ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ഫാൾ ഫോർ സംവൺ ഹു ഈസ് നോട്ട് അക്കൗണ്ടബിൾ ടു ഗോഡ്. എത്ര സ്ഥലങ്ങളിലാണ് ഇപ്പൊ ഫേസ് ചെയ്യുന്നതെന്നറിയോ? എത്ര സ്ഥലങ്ങളിൽ. പ്രിയപ്പെട്ടവരെ, ഞാൻ ദുഃഖത്തോടെ പറയട്ടെ, ചില സ്ഥലങ്ങളിലൊക്കെ ഭാര്യയും ഭർത്താവും പിരിഞ്ഞ് സെപ്പറേറ്റഡ് ആയി ജീവിക്കുമ്പോൾ ദൈവമക്കൾ പോലും ഇടപെടാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയോ? ദൈവമക്കൾ പറഞ്ഞാലും കേൾക്കൂല, ദൈവദാസന്മാര് പറഞ്ഞാലും കേൾക്കൂല, ദൈവം പറഞ്ഞാലും കേൾക്കൂല. എന്ത് ചെയ്യും? We need to be very careful. No negotiation. ഈ കാര്യം വരുമ്പോൾ, ഈ കാണിച്ച കാര്യങ്ങൾ, ഞാൻ എഴുതി വെച്ച കാര്യങ്ങൾ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രയോറിറ്റീസ് കൊടുത്തില്ലെങ്കിൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ലെറ്റ് മീ ഓൾസോ ജസ്റ്റ് ഷോ യു പേഴ്സണൽ. നമുക്ക് എല്ലാവർക്കും പേഴ്സണൽ പ്രയോറിറ്റീസ് ഉണ്ടല്ലോ. ഒന്ന് നോക്കി, മാട്രിമോണിയൽ കോളത്തിലൊക്കെ വല്ലപ്പോഴൊക്കെ കാണുന്ന കാഴ്ചകളാണ്. ഞാൻ മേളിൽ ഒരു കക്ഷി എഴുതി വെച്ചിട്ടുണ്ട്, ഗുഡ് ലുക്കിംഗ്, ഹാവിംഗ് ഫാമിലി ആൻഡ് ട്രഡീഷണൽ വാല്യൂസ് വിത്ത് ഗുഡ് ഇൻകം. ഹംബിൾ റിക്വസ്റ്റ് എന്താണ്? പ്രൊഫൈൽസ് ഹാവിംഗ് മിനിമം ഇൻകം ഓഫ് 12 lakh per annum and property of 15 crore, white in color, height between 5.7 and 5.11, located in cosmopolitan city, only be considered. എങ്ങനെയുണ്ട്? അടുത്ത് ഇപ്പുറത്ത് ഒരാള്, പിന്നെ ഒത്തിരി ഡീറ്റെയിൽ. ഈ പുള്ളിക്ക് ഒത്തിരി പ്രിഫറൻസ് ആണ്. എന്താണ്? എനിക്ക് വീട്ടിനകത്ത് ഇരിക്കാനാണ്, വെളിയിലൊന്നും കറങ്ങാൻ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ടിവിയിൽ എനിക്ക് ഈ സീരിയൽ കാണാനാണ് ഇഷ്ടം. എനിക്ക് പൂച്ചകളല്ല ഇഷ്ടം, പട്ടികളെയാണ് ഇഷ്ടം. എനിക്ക് ബർഗർ അല്ല ഇഷ്ടം, പിസയാണ് ഇഷ്ടം. ഓക്കെ, ഇത് ലോഹക്കാര്, അവരുടെ പ്രതീക്ഷ. ക്രിസ്ത്യാനികളോ, ദൈവമക്കളോ, അവർക്കെന്തോ താഴെ നോക്കി, ഗ്രൂം വാണ്ടഡ്, പ്രൊപ്പോസൽസ് ഫ്രം സൂട്ടബിൾ, വെൽ സെറ്റിൽഡ്, പ്രിഫറബിളി ഫ്രം രാജസ്ഥാൻ, നോർത്ത് ഇന്ത്യൻ, MBA BTech, നോൺ സ്മോക്കർ, നോൺ ഡ്രിങ്കർ. കുടിച്ചില്ലെങ്കിൽ മതി, പുക വലിച്ചില്ലെങ്കിൽ മതി, ബാക്കിയെല്ലാം ഓക്കെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ബ്രദറൻ മാട്രിമോണിയൽ കോളത്തിൽ നിന്നൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാ. പിന്നെ എടുത്തു കഴിഞ്ഞ് നാളെ എന്തെങ്കിലും പ്രശ്നമാകരുതല്ലോ, അതുകൊണ്ട് അത് എടുത്തില്ല. നമ്മുടെയും വലിയ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. ചിലപ്പോ തുടക്കത്തിൽ തന്നെ എഴുതി വെച്ചേക്കുന്നത് എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ, ഗൾഫ് റിട്ടേണി പാരന്റ്സ്. വായിക്കുന്നവൻ എന്താ മനസ്സിലാക്കേണ്ടത്? കാശുള്ള പാർട്ടിയാ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, വേദനയോടെ ഞാൻ പറയുക, ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കണ്ടെന്നല്ല പറയുന്നത്. നമുക്ക് എല്ലാവർക്കും പേഴ്സണൽ പ്രിഫറൻസസ് ഉണ്ട്, പ്രയോറിറ്റീസ് ഉണ്ട്. കളറ്, എനിക്ക് ഇച്ചിരി കുറച്ച് വെളുത്ത വെണ്ണ വേണം, ഒരു തെറ്റുമില്ല. നല്ല കുറച്ച് ഹൈറ്റ് ഉള്ള പെണ്ണ് വേണം, ചെറുക്കൻ വേണം, തെറ്റില്ല. എഡ്യൂക്കേഷൻ, കുറച്ച് എഡ്യൂക്കേഷൻ വേണം. ഞാൻ MBA പഠിച്ച ആളാണ്, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു എഡ്യൂക്കേഷൻ ഉള്ള പെണ്ണ് വേണം. ജോലി നോക്കുന്ന പെണ്ണ് വേണം. ഈ സ്ഥലത്തുള്ള പെണ്ണ് വേണം. നോർത്ത് ഇന്ത്യയിൽ ജനിച്ച വളർന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിലുള്ള പെണ്ണ് വേണം. ഇതൊന്നും തെറ്റല്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇതിനു വേണ്ടി, ഈ കാര്യങ്ങൾക്ക് വേണ്ടി, ഇതൊക്കെ നെഗോഷ്യബിളാ. നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാ. ഞങ്ങള് കർണാടകയിൽ ഇങ്ങനെ ഒരു വാക്ക് പറയും, സ്വൽപ്പ അഡ്ജസ്റ്റ് മാടി.
ചില കാര്യങ്ങളിലൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് നടത്താൻ പറ്റും. അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ പാടില്ലാത്ത കാര്യത്തിന് അഡ്ജസ്റ്റ്മെന്റ് നടത്തി അഡ്ജസ്റ്റ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള കാര്യങ്ങളിൽ വലിച്ചു പിടിച്ചു നിന്നാൽ പ്രിയപ്പെട്ടവരെ, പിന്നെ എങ്ങനെയാണ് പ്രശ്നം വരാണ്ടിരിക്കുന്നത്? വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളുടെ അടുത്തും ഞാൻ പറയട്ടെ, എന്താ നിങ്ങളുടെ ആഗ്രഹം എന്നുള്ളത് എഴുതി വെക്കുക. തെറ്റില്ല. ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് വെളിയില് പലപ്പോഴും ഉണ്ടല്ലോ, ആൾക്കാർ പറയാറുണ്ട്, ബ്രദറെ ഒരു നല്ല പെണ്ണ് മതി, നല്ല ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ഒരു 4 എണ്ണം കൊണ്ടുപോയി അവരുടെ മുമ്പില് ഇത് വേണ്ടെന്ന് പറയും, ഇത് വേണ്ട. ബ്രദറെ, ഇതെല്ലാം നല്ല ക്രിസ്തീയ കുടുംബം, നല്ല ആൾക്കാരാ. പിന്നെ ഇവരുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ അടുത്ത് പറയാത്ത കാര്യങ്ങൾ, അത് പറഞ്ഞാൽ ബുദ്ധിമുട്ടാ അവർക്കും. അപ്പൊ എന്തോ അത് പറയില്ല. പക്ഷെ എന്താ പരിപാടി? ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് ഈ രീതിയിലുള്ള ഒരു ചെറുക്കൻ വേണം, ഈ രീതിയിലുള്ള ഒരു പെണ്ണ് വേണം, ഈ രീതിയിലുള്ള ഒരു നിലയിലുള്ള വ്യക്തി വേണം. ഇതങ്ങ് പറഞ്ഞാൽ പോരെ ആദ്യമേ? റൈറ്റ് ഡൗൺ ഇൻ എ പേപ്പർ, ഷെയർ ഇറ്റ് വിത്ത് യുവർ പാരന്റ്സ്, ഷെയർ ഇറ്റ് വിത്ത് യുവർ എൽഡേഴ്സ്. അവരുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുക. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനത്തെ പ്രിഫറൻസസ് ഞാൻ വെക്കാമോ എന്നുള്ളത് പരിശോധിക്കുക. And then I tell you, today now the world is talking about compatibility. Compatibility എന്ന് പറഞ്ഞ പൊരുത്തം. എനിക്ക് പൊരുത്തപ്പെട്ട ഒരാള്. വേദപുസ്തകം എങ്ങനെയാ പറയുന്നതെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ? ബൈബിൾ is not talking about compatibility. Bible is talking about complementarity. അതിന്റെ അർത്ഥം എന്താണ്? തക്ക തുണ. ദൈവവചനം പറയുന്നത് തക്ക തുണയാണ്. നമ്മളെ പോലെ ഉള്ള ഒരു വ്യക്തിനെ അല്ല. Not the duplicate of us, rather suitable helper. ചില കാര്യങ്ങളിലൊക്കെ ഞാൻ പറയട്ടെ, ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, എനിക്ക് അതല്ല ഉള്ള പേടി അതാണ്. ഞാൻ പറയട്ടെ, ചില സമയങ്ങളിൽ ചില ആൾക്കാരുടെ വാശി ഉണ്ടല്ലോ, പേഴ്സണൽ പ്രിഫറൻസ്, അത് എത്ര കുരുക്കിൽ കൊണ്ട് ചാടിച്ചിട്ടുണ്ടെന്നറിയോ? എനിക്ക് എങ്ങനെയെങ്കിലും അമേരിക്കയിൽ പോയി താമസിക്കണം, അമേരിക്കയിലുള്ള ഒരു പ്രൊപ്പോസലിനെ മാത്രം നോക്കി ലാസ്റ്റില് അങ്ങനെ പ്രൊപ്പോസൽ കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും അമേരിക്കയിൽ നിന്ന് പോകാനും പറ്റും. അമേരിക്കയിലെത്തും, കുടുംബജീവിതം ഉണ്ടാകില്ല. അമേരിക്കയിലുള്ള എല്ലാവരും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അമേരിക്കയിൽ എത്താൻ വേണ്ടി ആരായാലും കുഴപ്പം. അമേരിക്കയിൽ എത്രയോ നല്ല ദൈവമക്കളുണ്ട്, വെളി രാജ്യങ്ങളിൽ എത്രയോ നല്ല ദൈവമക്കളുണ്ട്. പക്ഷെ അതിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം ഈ രീതിയിലുള്ള കാര്യത്തിന് എനിക്ക് നല്ല വെളുപ്പുള്ളത്. പ്രിയപ്പെട്ടവരെ, ചില കാര്യത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം നടന്നു എന്ന് വരില്ല. യു ജസ്റ്റ് ഹാവ് ടു നെഗോഷിയേറ്റ്. മീനിങ് ചിലതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വിടുക. That you need to know. And of course, no social priority. I think my time is up. നമ്മൾ എല്ലാവരും ബാക്ക്ഗ്രൗണ്ട് നോക്കുന്നവരാ അല്ലേ? എല്ലാവരും ബാക്ക്ഗ്രൗണ്ട് നോക്കുന്നവരാ. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വേണം, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വേണം, എത്നിക് ബാക്ക്ഗ്രൗണ്ട് വേണം, ചർച്ച് ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഇങ്ങനെ പറയട്ടെ ചുരുക്കമായിട്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കണം, അപ്ബ്രിങ്ങിങ് എങ്ങനെയാന്നുള്ളത് അറിയണം. പക്ഷെ ഞാൻ പറയട്ടെ, ഇതിപ്പോ എന്തോ പറഞ്ഞ ആവശ്യമില്ലാത്ത ഒത്തിരി അവരുടെ വല്യപ്പച്ചന്റെ വല്യമ്മയുടെ കാലഘട്ടത്തിൽ എന്തോ നടന്നു ആ കുടുംബത്തിൽ, അതുകൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് നമുക്ക് കെട്ടാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഏത് കുടുംബത്തിലാണ് ജനിച്ചത്? യേശുക്രിസ്തുവിന്റെ ജീനിയോളജി നമ്മൾ കണ്ടിട്ടില്ലേ? ഫാമിലി ബാക്ക്ഗ്രൗണ്ടിന് പ്രാധാന്യമുണ്ട്, പക്ഷെ അതിന് കൊടുക്കേണ്ടതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കല്ലേ. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വേദപുസ്തകം തെളിച്ചു പറയുന്നുണ്ട്, ഇതൊരു ബിസിനസ് അല്ല. മാരേജ് ഇസ് നോട്ട് എ ബിസിനസ്. ഡിമാൻഡിങ് ഡൗറി ഇസ് അൺസ്ക്രിപ്ചറൽ. ഐ ഡോണ്ട് ഹാവ് ടൈം ടു എക്സ്പ്ലെയിൻ ഓൾ ദാറ്റ്. അതേപോലെ എത്നിക് ബാക്ക്ഗ്രൗണ്ട്, ഒരു മലയാളി വിവാഹം ചെയ്യണം, അല്ലെങ്കിൽ അതൊക്കെ ന്യായമായ കാര്യങ്ങളാണ്. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഡോണ്ട് മേക്ക് ദിസ് നോൺ നെഗോഷ്യബിൾ. കാരണം വേദപുസ്തകത്തിൽ തന്നെയും
യോശേപ്പ് ആരെയാ കെട്ടിയത്? മോശ ആരെയാണ് കെട്ടിയത്? അക്കിലേം പ്രിസ്കില്ലയും ആരായിരുന്നു? പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ വരുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകട്ടെ. ഇതൊന്നുമല്ല നോൺ നെഗോഷ്യബിൾ. ഇതിലൊക്കെ ചില വെട്ടുവീഴ്ചകൾ സംഭവിക്കാം. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ബിബ്ലിക്കൽ പ്രയോറിറ്റീസ്, അതിന് വിട്ടുവീഴ്ച സംഭവിക്കില്ലേ? ചർച്ച് ബാക്ക്ഗ്രൗണ്ട്, ഒരു ബ്രദറൻ വേറൊരു ബ്രദറൻ വിശ്വാസിയെ വിവാഹം ചെയ്യുന്നത് നല്ല വിഷയമാണ്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി കിട്ടുവാണെങ്കിൽ ദ ബെസ്റ്റ് തിങ് ഇസ് ദാറ്റ്. കാരണം ഡോക്ടറിനൽ പ്രശ്നങ്ങളൊന്നും പിന്നെ വരില്ല. പക്ഷെ ഞാൻ ലാസ്റ്റിൽ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. മാരിയിങ് എ നോമിനൽ ബ്രദറൻ ഇസ് വേഴ്സ് ദാൻ മാരിയിങ് എ ബിലീവിംഗ് മാർത്തോമൈറ്റ്. I hope you will take it in the right sense. Marrying a nominal brethren is worse than marrying a believing Marthomite. പ്രിയപ്പെട്ടവരെ, ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. ഏതിന് ആദ്യം പ്രാധാന്യം? എൻ്റെ ഈ ട്രയാങ്കിളില് ദ ബോട്ടം ലൈൻ ബിബ്ലിക്കൽ. ഗിവ് പ്രിഫറൻസ് ഫോർ ദാറ്റ്. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള വ്യക്തികൾ, ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന പ്രപ്പോസൽ, അതിന് പ്രാധാന്യം കൊടുക്കുക. അടുത്ത് നിങ്ങളുടെ പേഴ്സണൽ പ്രയോറിറ്റി. കാരണം ജീവിക്കാൻ പോകുന്ന നിങ്ങളാണല്ലോ. അതിന് യു ഹാവ് ടു ഗിവ് സം പ്രയോറിറ്റി. ആൻഡ് ഓഫ് കോഴ്സ് സോഷ്യൽ, കുടുംബം, ഇതിനെല്ലാം പ്രാധാന്യം കൊടുക്കണം. പക്ഷെ താഴെ ഉള്ള ബിബ്ലിക്കൽ കളഞ്ഞിട്ട് ബാക്കി രണ്ടിനും പ്രാധാന്യം കൊടുത്താൽ പിന്നെ ബുദ്ധിമുട്ടില്ല. And I want to conclude here. Just give me a couple of minutes. സമ്മതം എന്ന് പറയുന്നതിന് മുമ്പേ മേക്ക് എ വൈസ് പേഴ്സണൽ ഡിസിഷൻ. സ്വന്തമായി, പ്രിയപ്പെട്ടവരെ, പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും ഞാൻ പറയുക, സഭയിലുള്ളവർക്കും ഞാൻ പറയുക, allow the girl and boy to take the final decision. Let them take a wise personal decision. ബുദ്ധിപരമായ നല്ല ഒരു തീരുമാനം അവരെടുക്കാൻ സമ്മതിക്കുക. Don't take it lightly. Brothers and sisters, please don't take it lightly. Somebody said marriage can be the difference between heaven and hell on earth. Right ആയിട്ടുള്ള ഒരു പാർട്ട്ണർ കിട്ടിയില്ലെങ്കിൽ ലൈഫ് ക്യാൻ ബിക്കം ഹെൽ ഓൺ ദിസ് earth. ദിവസം തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. Proverbs chapter 21:9 വായിക്കുന്നുണ്ട്. It is better to live in a corner of the housetop than in a house shared with a quarrelsome wife. അല്ലേ? അതുപോലെ നമുക്കറിയാം, ഈ അബിഗേലിന്റെ ഭർത്താവ് നാബാലിനെ കുറിച്ച് അബിഗേൽ പറയുന്നുണ്ട്, ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യൻ. നമ്മുടെ ജീവിതത്തില് എന്നെ പഠിപ്പിച്ച ഒരു ദൈവദാസൻ പറഞ്ഞാണ്, ജീവിതത്തിൽ 2 ഡിസിഷൻസ് ബാക്കി എല്ലാ ഡിസിഷനെക്കാട്ടിലും പ്രാധാന്യമുള്ളതാണ് ദൈവ പൈതലിന്. ഒന്ന്, രക്ഷിക്കപ്പെടുക. ദാറ്റ് വിൽ ഡിസൈഡ് ഹെവൻ ഓർ ഹെൽ ആഫ്റ്റർ ഡെത്ത്. മരണത്തിന് ശേഷം സ്വർഗമാണോ നരകമാണെന്നുള്ളത് അത് തീരുമാനിക്കും നമ്മുടെ സാൽവേഷൻ. രണ്ടാമത് വിവാഹമാണ്. വിവാഹം തീരുമാനിക്കും ഏതിനെക്കുറിച്ച്? മരിക്കുന്നതിന് മുമ്പേ ഉള്ള ജീവിതം നരകമാണോ സ്വർഗമാണോ എന്നുള്ളത്. സോ ഡോണ്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. ഡിസിഷൻ മേക്കിംഗ്, ഡോണ്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. അടുത്ത് ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് ഔട്ട്സോഴ്സ് ചെയ്യല്ലേ. എന്താണെന്നറിയ ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞ? ഞാന് എൻ്റെ തല വെച്ചു കൊടുക്കാം, ആർക്ക് വേണമെങ്കിലും വെച്ചു കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, I want to tell you, ആഫ്റ്റർ വെഡിങ് വരെ പ്രിപ്പറേഷന് ബാക്കി എല്ലാവരും കാണും. അപ്പനമ്മ ഉണ്ട്, ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ കൂടെ ഉണ്ട്, സഭയുണ്ട്. കല്യാണ വിവാഹ ശുശ്രൂഷ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും മാത്രമേ ഉള്ളൂ ഈ ജേർണിയിൽ. ഡു നോട്ട് ഔട്ട്സോഴ്സ് ഡിസിഷൻ മേക്കിംഗ്. യു മേക്ക് ദ ഡിസിഷൻ. യു മേക്ക് ദ വൈസ് ഡിസിഷൻ. യു നോ വാട്ട് ഐ എം സെയിങ്? വേദപുസ്തകത്തിന്റെ അടിസ്ഥാനം ഇതാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഉൽപ്പത്തിയില്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആക്ച്വലി ഇഫ് യു ലുക്ക് അറ്റ് ദാറ്റ്. ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്നത്, ആഡമിനെ ദൈവം സൃഷ്ടിച്ച് ആഡമിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈവിനെ നിർത്തിയോളൂ ദൈവം. ഹി ബ്രോട്ട് ഈവ് ബിഫോർ ആഡം. ആദാമാണ് പറയുന്നത്. ദ മാൻ സെഡ്, ദിസ് ഇസ് നൗ ബോൺ ഓഫ് മൈ ബോൺസ്, ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്. See, it was Adam's decision to take Eve
ആസ് ഹിസ് ലൈഫ് പാർട്ട്ണർ. നമുക്കറിയാലോ, എലയാസാർ പോയി ഈശാക്കിന് പെണ്ണ് വിളിക്കാൻ അല്ലേ പോയായിരുന്നു. അപ്പൊ ലാബാൻ, ബെത്തുവേൽ, എലിയാസർ ഇവരെല്ലാം കൂടെ ചേർന്ന് ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം ബോധ്യപ്പെട്ടു ഇത് ദൈവ ആലോചനയാന്ന്. എന്നാൽ ലാസ്റ്റില് ആ വീട്ടുകാർ പറയുന്നുണ്ട്, ഒരു വാക്ക് അവളുടെ അടുത്ത് ചോദിച്ചോട്ടെ, ഇത് അവളുടെ തീരുമാനമാണ്, അവളുടെ അടുത്ത് ഒരു വാക്ക് ചോദിച്ചോട്ടെ. പ്രിയപ്പെട്ടവരെ, പാരൻസിന് നമുക്ക് റോളുണ്ട്. നമ്മുടെ മക്കൾക്ക് നല്ലൊരു വിവാഹ പങ്കാളിയെ കൊടുക്കുവാൻ, ആലോചന കൊണ്ടുവരുവാൻ നമുക്ക് അവകാശമുണ്ട്. ചേർച്ചിനുണ്ട്, ലീഡേഴ്സിനുണ്ട്, വെൽവിഷേഴ്സിനുണ്ട്. ബട്ട് മേക്കിംഗ് ദ ഫൈനൽ ഡിസിഷൻ, പ്ലീസ് ലീവ് ഇറ്റ് ടു ദാറ്റ് പേഴ്സൺ. ദയവ് ചെയ്ത് ഞാൻ പറയട്ടെ, പാരൻസ്, പ്ലീസ് ഡു നോട്ട് directly or indirectly compel your children to marry those whom you want to marry. നിങ്ങൾ വിവാഹത്തിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വേറെ ആളെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഫോഴ്സ് ചെയ്ത് കൊടുക്കല്ലേ. ലേറ്റർ യു വിൽ റീപ്പ്. യു നോ വാട്ട്? അതേപോലെ ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഡിസിഷൻ മേക്കിംഗിന്റെ സമയത്ത് സ്റ്റേ ട്രൂ. രണ്ട് കാര്യം പറയട്ടെ. സ്റ്റേ ട്രൂ, സ്റ്റേ ഇൻ ദ പ്രസന്റ്. എന്താണ് അതിന്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെയും ജീവിതത്തിൽ 3 കാലമുണ്ട്. പാസ്റ്റ്, നമ്മുടെ പ്രസന്റ്, നമ്മുടെ ഫ്യൂച്ചർ. ഇല്ലേ? എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഒരു പാസ്റ്റ് ഉണ്ട്, ഒരു പ്രസന്റ് ഉണ്ട്, ഒരു ഫ്യൂച്ചർ ഉണ്ട്. എന്താണ് പാസ്റ്റ്? വിവാഹം കഴിക്കുന്നതിന് മുമ്പേ, വിവാഹത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ നമുക്ക് എല്ലാവർക്കും ഒരു പാസ്റ്റ് ഉണ്ട്. ആ പാസ്റ്റിൽ ഏതെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വിവാഹത്തിൽ എൻ്റെ പങ്കാളിയും പങ്കാളിയുടെ കുടുംബവും അറിയേണ്ട ഏതെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഈവന്റ് ഡീറ്റെയിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കാതെ ആദ്യമേ പറയേണ്ടതിന്റെ ആവശ്യമുണ്ട്. Let me also say one more thing. Do not hide existing relationship. ഒരുപക്ഷെ നിങ്ങളുടെ പിള്ളേരെടുത്ത്, യുവാക്കന്മാരെടുത്ത് പറയട്ടെ, ഒരുപക്ഷെ നിങ്ങൾ അറിയാണ്ട് ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ കുരുങ്ങി ഉണ്ടെന്ന് വെച്ചോ. എന്നിട്ട് വീട്ടിലും ഇതൊന്നും അറിയാത്തവര്, സഭയിലും ഇതൊന്നും അറിയാത്തവര് നിങ്ങൾക്ക് വേണ്ടി ഒരു ആലോചന കൊണ്ടുവന്നു. ദയവ് ചെയ്ത് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിൽ ഇരുന്നുകൊണ്ട് സമ്മതം പറയല്ലേ. ഒരാളുടെ ജീവിതമല്ല, പലരുടെ ജീവിതമാണ് നശിപ്പിക്കാൻ പോകുന്നത്. പ്ലീസ് ഡു നോട്ട് ഹൈഡ് ഡീറ്റെയിൽസ്. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. വേദപുസ്തകത്തില് ഒരു എക്സാമ്പിൾ നമുക്കറിയാം. നമ്മുടെ യാക്കോബ് ആഗ്രഹിച്ചത് റേച്ചലിന്, അമ്മായപ്പൻ ചെയ്തത് എന്തുവാ? കവറപ്പ് ചെയ്ത് ലേയെ കൊണ്ട് കയ്യിൽ കൊടുത്തു. ഒത്തിരി സമയമൊന്നും എടുത്തില്ല കണ്ടുപിടിക്കാൻ. രാവിലെ കണ്ടു പറഞ്ഞു, ഇതെന്താ കാണിച്ചത്? I tell you, you cover up something today and tomorrow when it comes up, it's going to destroy your marriage. Better say it upfront. അതേപോലെ പ്രിയപ്പെട്ടവരെ, പ്രസന്റ്, വർത്തമാനകാലം. ഇന്ന് വർത്തമാനകാലത്തിൽ നിങ്ങൾ ആരാണോ അത് പറഞ്ഞാൽ മതി. വിവാഹ ആലോചനയിൽ നടക്കുമ്പോൾ യു സേ ദ ട്രൂത്ത്. എഡ്യൂക്കേഷൻ എന്താണ്? ഉള്ള എഡ്യൂക്കേഷൻ പറ, കൂടുതലൊന്നും പറയല്ലേ. അതേപോലെ ഇന്ന് ജോലി ഉണ്ടോ, ഏത് കമ്പനിയിൽ ജോലി ഉണ്ട് ചോദിക്കുവാണെങ്കിൽ വാസ്തവം പറയുക. ഒന്ന് കുറച്ച് കൂട്ടി പറയേണ്ട ആവശ്യമില്ല. നാളെ അത് പ്രശ്നമായി തീരും. സ്വത്തിന്റെ കാര്യം ആരെങ്കിലും ചോദിക്കുവാന്ന് വെച്ചോ, ദയവ് ചെയ്ത് കൂട്ടി പറയല്ലേ. തമിഴ്നാട്ടിൽ ഇങ്ങനെ ചൊല്ലുണ്ട്, ഒരു കല്യാണം നടക്കുന്നതുക്കാக 1000 പൊയ് കൂടെ சொல்லலாம். ഒരു കല്യാണം നടക്കാൻ വേണ്ടി 1000 കള്ളം പറയാന്ന്. ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, യു ഹാവ് ടു റീപ്പ് ഇറ്റ് ലേറ്റർ. അതുപോലെ ഞാൻ പറയട്ടെ, ഡോണ്ട് പ്രോമിസ് വാട്ട് യു കനോട്ട് ഫുൾഫിൽ. എങ്ങനെയെങ്കിലും വിവാഹമൊക്കെ നടക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ കുറച്ച് കൂട്ടിയൊക്കെ പറയും. നാളെ ഇങ്ങനെ ഞങ്ങൾ ചെയ്യാൻ പോവാ, നാളെ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പോവാ, നാളെ ഞങ്ങൾ ഇങ്ങനെ വീട് കെട്ടാൻ പോവാ, നാളെ ഞങ്ങൾ അവിടെ പോകാൻ പോവാ. ഇത് നമ്മുടെ കയ്യിലാണോ ഉള്ളത്? ഇന്നെന്തുണ്ടോ അത് മാത്രം പറ. ഫ്യൂച്ചർ ഇസ് നോട്ട് യുവേഴ്സ്. വിവാഹത്തിന് ശേഷം എന്ത് സംഭവിക്കും? ഞാൻ പറയട്ടെ, എത്ര കുടുംബങ്ങളിലാണെന്നറിയോ, വിവാഹത്തിന് മുമ്പേ ജോലി ഉണ്ടായിരുന്നു, വിവാഹം കഴിഞ്ഞ് ജോലി നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇതിനാരാ കാരണം? ഫ്യൂച്ചർ ഇസ് നോട്ട് യുവേഴ്സ്.
Eventually, marriage is also a step of faith. I'm done. It's a step of faith. Pray and consider the proposal seriously, one by one. ഒന്നൊന്നായിട്ട് ഒരു സമയത്ത് ഒരു പ്രപ്പോസൽ മാത്രം, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുക, അതിനെക്കുറിച്ച് ആലോചിക്കുക. അതുപോലെ ഇന്നലെ ഓൺലൈനിലാണല്ലോ, ഇപ്പൊ എല്ലാം ഓൺലൈനിലാണല്ലോ. ദയവ് ചെയ്ത് ഏത് വ്യക്തിനെ നേരെ കാണാണ്ട് സമ്മതം പറയല്ലേ. കാരണം ഇന്ന് ഫോട്ടോ എഡിറ്റിങ്ങും ഫോട്ടോഷോപ്പിംഗ് ഒക്കെ നമുക്കറിയാലോ. ഇതൊക്കെ ഉള്ള കാലമാണ്. ദയവ് ചെയ്ത് ഞാൻ പറയട്ടെ, എത്രയോ വർഷങ്ങൾ ജീവിക്കാൻ പോകുന്ന കല്യാണത്തിനെ കുറിച്ച് തീരുമാനിക്കാൻ, ഡിസിഷൻ എടുക്കുവാൻ ഒരാഴ്ച പോലും എടുക്കാൻ സമയമില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താ ഈ ചിന്തിക്കുന്നത്? ഇൻസ്റ്റന്റ് ആയിട്ടൊന്നും ഇത് നടക്കില്ല കേട്ടോ പ്രിയപ്പെട്ടവരെ. ടേക്ക് ടൈം. ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പേ കാണുക വ്യക്തിനെ. ആരാണ് വ്യക്തി? സംസാരിക്കാൻ അവകാശം കൊടുക്കുക. ഫ്യൂ ടൈംസ് ലെറ്റ് ദം സ്പീക്ക്, ബിക്കോസ് ദേ ആർ ഗോയിങ് ടു ലിവ്. ചില സമയങ്ങളിൽ സംസാരിക്കട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കട്ടെ. ദെൻ ഫൈനലി ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. നമുക്ക് ആ വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. Proverbs chapter 3, 5 to 6. Proverbs chapter 3, 5 to 6. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. അത് നിന്റെ Brothers and sisters, this is the secret. You trust in the Lord with all your heart. ദൈവത്തോട് കളിക്കരുത്, ദൈവത്തോട് മറക്കരുത്. Trust in the Lord with all your heart and acknowledge him. And you want to honor him in every aspect of your life, including the choice of partner. He will guide you. I'm done. Sorry that I took some extra time, but I hope that what we have discussed today will be of some help for those who are thinking about marriage, and even to others. May God's name be glorified. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.